നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസാണ്. ഡിസ്പ്ലേ നമുക്കറിയാം, ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒരു ബ്രൗസറിൽ എങ്ങനെ അപ്പിയർ ചെയ്യണം, അതായത് ഓരോ എലമെൻസും ഓരോ ടാഗ്സും എങ്ങനെ ഡിസ്പ്ലേയിൽ അപ്പിയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ കുറേ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ കൂടെ പറഞ്ഞ് നിങ്ങളിപ്പോൾ കൺഫ്യൂസ് ആകുന്നില്ല. നമുക്ക് മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം, അതിൻ്റെ വാല്യൂസ് പറയാം. സോ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് അഡ്വാൻസ് ലെവലൊക്കെ കവർ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഡിസ്പ്ലേയിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഡിസ്പ്ലേ നണ്ണാണ്. ഡിസ്പ്ലേ നണ്ണ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ, അതായത് ആ ഡിവ് അവിടെ അപ്പിയർ ചെയ്യാതിരിക്കാനാണ്. അത് മൊത്തമായിട്ട് ഡിസ്പ്ലേയിൽ തന്നെ ഉണ്ടാവില്ല. സോ നമുക്ക് ഒരു 2 ഡിവ് കൊടുക്കാം. സോ ഫസ്റ്റ് ഡിവ് ഫസ്റ്റ് എന്നും സെക്കൻഡ് ഡിവ് സെക്കൻഡ് എന്നും പേര് കൊടുക്കാം. ഇതിലിപ്പോൾ ഡിവ് മാത്രമല്ല കേട്ടോ, നമുക്ക് പി ടാഗിൽ ചെയ്യാൻ പറ്റും. നമുക്കെന്നാൽ ഇതിലൊന്ന് പി ടാഗിൽ ചെയ്ത് നോക്കാം. പിയും H1 കൊടുക്കാം ഫസ്റ്റ്. ഞാനിങ്ങനെ ഡിവ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ് ഉണ്ടാവും, ഇതൊക്കെ ഇപ്പോൾ ഡിവിൽ മാത്രമേ നടക്കുള്ളൂ എന്ന്. ഡിവിൽ മാത്രമല്ല, എല്ലാ ടാഗിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ പി ടാഗിൽ നമുക്ക് കുറച്ച് ലോറം ഇപ്സം കൊടുത്തിടാം. ലോറം ഇപ്സം യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡമ്മി ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് എടുക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡമ്മി കണ്ടൻറ്റ് വേണമെങ്കിൽ ഇതിൽ പോയിട്ട് നമ്മൾ കുറച്ച് പാരഗ്രാഫ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. നമുക്കിവിടെ ഡയറക്റ്റ് H1 എലമെൻറ്റ് സെലക്ടർ യൂസ് ചെയ്യാം. സോ ദെൻ ദർ ഈസ് പി ടാഗ്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതിൻ്റെ എത്രത്തോളം വെടുത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ. ദെൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു റെഡ്. സോ നമ്മളിപ്പോൾ 2 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ഫസ്റ്റ് ഡിസ്പ്ലേ നണ്ണ് കൊടുത്ത് നോക്കാം. ഡിസ്പ്ലേ നണ്ണ്. സോ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തപ്പോൾ അവിടുന്ന് H1 ടാഗ് തന്നെ വാനിഷ് ആയി പോയി. സോ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേ നണ്ണ് പറയുമ്പോൾ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. വിസിബിലിറ്റി സെയിം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വിസിബിലിറ്റിക്ക് നമ്മൾ ഒരു ഹിഡൻ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണുള്ളത്. ഹിഡൻ കൊടുത്താൽ അവിടുന്ന് പോവും, പക്ഷേ ആ H1 അവിടെ ഉണ്ടാവും. നമ്മൾ വിസിബിലിറ്റിന്ന് നമ്മൾ വിസിബിളിന്ന് അത് ഹിഡനായി പോവുക, അത്രേ ഉള്ളൂ. വിസിബിലിറ്റി ഹിഡനും നമ്മൾ ഡിസ്പ്ലേ നണ്ണും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെക്കാം. കാരണം ഇൻ്റർവ്യൂലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഇതന്നെ ആക്കാം, ഡിസ്പ്ലേ നണ്ണനാക്കാം. സോ ഇതാണ് ഡിസ്പ്ലേ നണ്ണ്. ഡിസ്പ്ലേ നണ്ണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് വാനിഷ് ആയിട്ട് പോകും. ഏത് എലമെൻറ്റിൽ ഡിസ്പ്ലേ നണ്ണ് കൊടുത്താലും ആ എലമെൻ്റ് അവിടുന്ന് വാനിഷ് ആയിട്ട് പോകും. സോ ഇത് നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇത് എന്തിനാ ആവശ്യം, അവിടെ കൊടുക്കാതിരുന്നാൽ പോലെ എന്നൊക്കെ. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ റെസ്പോൺസീവ് ആക്കാൻ പറ്റും. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്ക്രീനിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യണം, വലിയ സ്ക്രീനിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. മീഡിയ കുറേയൊക്കെ യൂസ് ചെയ്യും. മീഡിയ കുറേയൊക്കെ നമ്മൾ വരും ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്തു പോകാം. സോ ഈ ടൈമിലൊക്കെ ഇപ്പോൾ ഒരു ലാബ് സ്ക്രീനാണെങ്കിൽ, ലാപ്ടോപ്പിൻ്റെ ഒരു സ്ക്രീനാണെങ്കിൽ നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ വേണ്ടി വരും. ചില ഡിവ് ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഡിവ് വേണ്ടി വരും. പക്ഷേ ഇതൊരു മൊബൈൽ സ്ക്രീനിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചില ഡിവ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. കാരണം ചെറിയ ഡിസ്പ്ലേ അല്ലേ, അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യകത വരും. സോ അവിടെയൊക്കെ നമ്മൾ ഈ ഡിസ്പ്ലേ നണ്ണ് യൂസ് ചെയ്യും. സോ സ്മോൾ സ്ക്രീനിൽ അത് കാണണ്ട, വലിയ സ്ക്രീനിൽ അത് കാണണമെന്നില്ല കേസ് വരുമ്പോൾ. ഓക്കെ, സോ അതാണ് ഡിസ്പ്ലേ നണ്ണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബ്ലോക്കാണ്, ഡിസ്പ്ലേ ബ്ലോക്ക്. വേറൊരു കാര്യമുള്ളത്, HTML ട്യൂട്ടോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ഇൻലൈൻ എലമെൻറ്റ്സ്. സോ ഡിവ് പി ടാഗ് ഒക്കെ ഒരു ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതായത് അതൊരു ഫുൾ വിഡ്ത്ത് എടുക്കും. ഒരു ബ്രൗസറിൻ്റെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ട് നെക്സ്റ്റ് ഡിവ് നെക്സ്റ്റ് ലൈനിലാണ് വരിക. സോ പി ടാഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്പാൻ്റെ കേസിലൊക്കെ ആകുമ്പോൾ അത് ഇപ്പോൾ ഒരു സ്പാൻ എഴുതി 2 സ്പാൻ എഴുതിയാലും അത് അതിൻ്റെ വിഡ്ത്ത് മാത്രമേ എടുക്കുള്ളൂ. അതൊക്കെ ഇൻലൈൻ എലമെൻറ്റ്സ് ആണ്.
സോ ഇവിടെ ബ്ലോക്കും ഇൻലൈനും സെയിം കൺസെപ്റ്റാണ്, പക്ഷേ നമ്മളത് മാറ്റുന്നു എന്നേ ഉള്ളൂ. സോ നമുക്കിപ്പോൾ 2 3 ഒരു ഡിസ്പ്ലേൻ്റെ എണ്ണം ഒഴിവാക്കാം. ഞാനൊരു 3 പി ടാഗ് എഴുതാം. സോ ഈ പി ടാഗിനൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സും കൊടുക്കാം. സോ നമുക്ക് ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഫസ്റ്റ്, സെക്കൻഡ് വൺ ക്ലാസ് സെക്കൻഡ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സെക്കൻഡ്. സോ തേർഡ് ക്ലാസ് തേർഡ്. സോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പി ഡോട്ട് സെക്കൻഡ്, ഒരു ബ്ലൂ കൊടുക്കാം. പി ഡോട്ട് തേർഡ്, പി ഡോട്ട് തേർഡ് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിപ്പോൾ ഇതിൽ ഒരു ബ്രൗൺ കൊടുക്കാം. സോ 3 കളറ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പി ടാഗ് ബ്ലോക്ക് ആയതുകൊണ്ട് ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത്. സോ ഇൻ കേസ് നമ്മളിപ്പോൾ ഇൻലൈന് നോക്കുകയാണ്, നമുക്ക് ഡിസ്പ്ലേ ഇൻലൈനിലോട്ട് വരാം. ഇപ്പോൾ ഇത് ബ്ലോക്കാണ്. നോർമലി ഒരു ഡിഫോൾട്ടായിട്ട് അത് ബ്ലോക്കായിരിക്കും. സോ നമുക്ക് ഇത് ഇൻലൈൻ ആക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സെക്കൻഡ് ഓൾസോ ഡിസ്പ്ലേ ഇൻലൈൻ. ഡിസ്പ്ലേ ഇൻലൈൻ ആകുമ്പോൾ ഇൻലൈനായിട്ട് വരും, അതായത് നെക്സ്റ്റ് ആയിട്ട് വരും. സോ നമ്മൾ ഡിസ്പ്ലേ ബ്ലോക്കിൻ്റെ കേസിൽ നമ്മളൊരു വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് ഒരു 150 px, ദെൻ ഹൈറ്റ് ഒരു 150 കൊടുത്തു. അത് നമുക്ക് കോമൺ ആയിട്ട് ഈ പി ടാഗിന് നമുക്ക് ഈ 2 വാല്യൂസ് കൊടുക്കാം. കോമൺ ആയിട്ട് നമ്മൾ 2 വാല്യൂസ് കൊടുക്കുകയാണ്. ഈ കേസിൽ നമ്മൾ ടെക്സ്റ്റ് പുറത്തോട്ട് പോയിട്ടുണ്ട്, കാരണം അതിന് നമ്മൾ അത്ര വിടുത്തേ കൊടുത്തിട്ടുള്ളൂ, അത് നോക്കണ്ട. ബട്ട് ബ്ലോക്ക്, ഇപ്പോൾ നമ്മളിതിന് ബ്ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഈ ഇതെല്ലാം ബ്ലോക്ക് ആയിരിക്കും. ഓൾറെഡി ബ്ലോക്ക് എലമെൻ്റ് ആണല്ലോ പി ടാഗൊക്കെ. സോ ഇതൊരു ബ്ലോക്കായിട്ടാണ് വരിക. സോ നമ്മൾ ബ്ലോക്ക് കൊടുത്താൽ ബോക്സിൻ്റെ കേസിൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുക്കും ബ്ലോക്കിൻ്റെ കേസിൽ. ഇനിയിപ്പോൾ നമ്മളിത് നേരെ ഇൻലൈൻ ആക്കുകയാണെങ്കിൽ ഇൻലൈൻ ആക്കുന്ന കേസിൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അവിടെ അഫക്റ്റ് ചെയ്യില്ല. പകരം നമ്മളെ ഉള്ളിൽ കണ്ടൻ്റ് ഇല്ലേ, കണ്ടൻറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇത് നോക്കുന്നത്. കണ്ടൻറ്റിൽ എത്രത്തോളം വിഡ്ത്തുണ്ട് ആ വിഡ്ത്തേ എടുക്കുള്ളൂ. വേറെ നമ്മൾ എത്ര വിഡ്ത്ത് കൊടുത്തിട്ടും ഹൈറ്റ് കൊടുത്തിട്ടും ഇൻലൈനിൽ കാര്യമില്ല. സോ അതാണ് ഇൻലൈൻ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻലൈൻ ബ്ലോക്കാണ്. ഇൻലൈൻ ബ്ലോക്ക് പേര് പോലെ തന്നെ ബ്ലോക്കുമാണ് ഇൻലൈനുമാണ്. സോ നമ്മൾ ഇത് 3 ഇൻലൈൻ ബ്ലോക്കിലോട്ട് കൺവേർട്ട് ചെയ്താൽ ബ്ലോക്ക്, ഇതിൽ നമ്മൾ കൊടുത്ത ഹൈറ്റും എടുത്തെടുക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഇൻലൈൻ, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആവും. ഇപ്പോൾ ഇൻലൈൻ്റെ കേസിൽ നമ്മൾ കണ്ടു, ഒന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നു. താഴത്തേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ ഫുൾ സ്പേസ് എടുത്തിട്ട് നെക്സ്റ്റ് വന്നു. സോ ഇൻലൈൻ ബ്ലോക്കിൻ്റെ കേസ് 2 ഉണ്ടാവും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുക്കുകയും ചെയ്യും, എന്നാൽ ഇൻലൈനായിട്ട് പോവുകയും ചെയ്യും. സോ ഇതാണ് ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളെ മേജറായിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡിസ്പ്ലേ നണ്ണാണ്. ഡിസ്പ്ലേ നണ്ണ് കൊടുക്കുമ്പോൾ അവിടുന്ന് വാനിഷ് ആയിട്ട് പോകും ഡിസ്പ്ലേ. ദെൻ ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുക്കുകയും ചെയ്യും. പിന്നെ ബ്ലോക്കായിട്ട് നെക്സ്റ്റ് ആയിട്ട് വരും. ബ്ലോക്ക് ഇൻലൈന് തമ്മിൽ ഡിഫറൻസ് അറിയില്ലേ? ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ വിഡ്ത്ത് എടുക്കും, ആ ഒരു സ്പേസ് മൊത്തം എടുത്തിട്ട് നെക്സ്റ്റിലാണ് വരിക. നെക്സ്റ്റ് ഡിവ് എഴുതുമ്പോൾ നെക്സ്റ്റിലാണ് വരിക, അത് കഴിഞ്ഞിട്ട് വരില്ല. ബട്ട് ഇൻലൈൻ ആകുമ്പോൾ നെക്സ്റ്റ് അതിൻ്റെ എത്ര വിഡ്ത്താണോ എടുക്കുന്നത് അത് മാത്രം എടുത്തിട്ട് നെക്സ്റ്റ്ക്ക് വരും. ദെൻ ഇൻലൈന് വരുമ്പോൾ ഇൻലൈന് കൊടുത്താൽ നമ്മൾ ഇൻലൈനിൻ്റെ പോലെ തന്നെ, നോർമൽ ഇൻലൈനിൻ്റെ പോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരും. ഒരു ഡിവിന് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുത്തിട്ട് ആ നെക്സ്റ്റ് വരും.
സോ ഇൻലൈൻ ബ്ലോക്ക് ആകുമ്പോൾ രണ്ടും ഉണ്ടാവും, അതായത് ഇതിൻ്റെ വിടുത്തും ഹൈറ്റും എടുക്കുകയും ചെയ്യും, എന്നാൽ പിന്നെ ഇൻലൈനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും. സോ ഇതൊക്കെയാണ് ഡിസ്പ്ലേയിലുള്ള മേജർ പ്രോപ്പർട്ടീസ്.